എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിലനൂർ ആ ഒരു എന്റെ സീസണിൽ അവർ പങ്കെടുക്കാൻ വന്നത് ഓർത്തിട്ട്. ഞാൻ പങ്കെടുത്ത സീസണിൽ അവരും ഉള്ളോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അതിൽ ചില പേഴ്സണൽ ഗെയിം വന്നപ്പോൾ അവർ ചില പല കളികളും അതിനകത്ത് കളിച്ചു. അതിലെനിക്ക് അവരോട് പല എതിർപ്പുകളും ഉണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ പോകുന്ന ആ ഡേയ്സ് വരെയും, ആ 21 ഡേയ്സ് വരെയും ഒരു വ്യക്തിയും അവരുടെ ഒരു കമ്മ്യൂണിറ്റി പറഞ്ഞ് അവരെ ചൊറിയാനോ അല്ലെങ്കിൽ അധിക്ഷേപിക്കാനോ ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ ലക്ഷ്മിക്ക് ആ കമ്മ്യൂണിറ്റി ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം. അവർ ചിലപ്പോൾ അത് അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അത് അവരുടെ മാത്രം കുഴപ്പമാണത്. ഇപ്പോ എനിക്ക് ദേഷ്യമുള്ളപ്പോൾ ഞാൻ കാണുന്ന പൂവിന്റെ നിറം ചിലപ്പോൾ ചുവപ്പായിരിക്കും എന്ന് കരുതി ആ പൂവിന്റെ നിറം ചുവപ്പാവണമെന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ലക്ഷ്മി. ഇപ്പൊ ലക്ഷ്മിയുടെ കറുത്ത മുഖമാണ് ലക്ഷ്മി പോലും അറിയാതെ പുറത്തു വന്നത്. ലക്ഷ്മി ഇങ്ങനെ ആയിരിക്കും ജീവിതത്തിൽ. മേ ബി ലക്ഷ്മി ഇതായിരിക്കും ഒറിജിനൽ പേഴ്സണാലിറ്റി. ഒരു പക്ഷേ ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, സമൂഹത്തിൽ പല ഉന്നതന്മാരും അല്ലെങ്കിൽ സമൂഹത്തിലെ പല സെലിബ്രിറ്റീസും ഇവരെ ഹഗ് ചെയ്തും ഇവരോടൊപ്പം സെൽഫി ഇട്ടും ആനന്ദിച്ചു നൃത്തമൊക്കെ ആടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് എനിക്ക് ഇപ്പോഴും അവരോടൊക്കെ ചോദിക്കാനുള്ള ചോദ്യമാണ്, നമ്മുടെ വീട്ടിൽ ഒരു ഗേയോ ഒരു ലെസ്ബിയനോ ഉണ്ടായാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ സീസണിലും ആ ഷോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞു, എന്റെ പേഴ്സണൽ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൾ എന്നോട് വന്നിട്ട് പറയണം ഐ എം ഇൻ ലവ് വിത്ത് എ ഗേൾ അമ്മ എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ എംബ്രൈസ് ഹർ, ഡെഫിനറ്റ്ലി ഐ വിൽ എംബ്രൈസ് ഹർ. ഞാൻ അവളെ സ്വീകരിക്കും വിത്ത് ഫുൾ ഹാർട്ട്, വിത്ത് ഫുൾ ലവ്. ഡെഫിനറ്റ്ലി എനിക്ക് അതിലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. അവിടെയെല്ലാം സ്നേഹമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എന്റെ ഈ 10-40 വയസ്സിലേക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യം, ലവ് മാറ്റേഴ്സ്. വേറെ ഒന്നും മാറ്റർ അവിടെ ആകുന്നില്ല. അത് ആണോ പെണ്ണോ, ആണും ആണുമോ പെണ്ണും പെണ്ണുമോ, LGBT ഓർ വാട്ടവർ, എന്തും ആയിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ വാട്ടവർ, അവിടെ സ്നേഹമാണ് ഇപ്പോൾ. സ്നേഹമാണ് അഖിലസാര മൂഴിയിലെന്ന് പല കവികളും പാടിയുടെ സത്യമാണത്. അവിടെ ആദിലയുടെയും നൂറയുടെയും കണ്ണുകളിൽ എല്ലായ്പ്പോഴും അവിടെ പ്രണയമുണ്ട്. ആദില പലപ്പോഴും എന്റെ അടുക്കലൊക്കെ ട്രിഗർ ആകുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ആ പൊസസീവ് ആകുന്നതാണ് അവിടെ. ഷീ ബിക്കേം സംടൈംസ് ആ പൊസസീവ്. എനിക്ക് ചിരി വരും ഉള്ളില്, എനിക്കതോടെ കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊക്കെ നൂറടിക്ക് ചെല്ലുമ്പോൾ ആദില ഭയങ്കരമായിട്ട് പൊസസീവ് ആവും, അവള് ദേഷ്യപ്പെടും, അവളെ എന്നെ ചൊറിയും. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് ദേ വെർ ഇൻ ഡീപ് ലവ്, ദേ ആർ ഇൻ സ്റ്റിൽ. അതുകൊണ്ടാണ് അവർക്ക് അവിടെ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നത്. ഇവൻ അവരെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആക്കി കളിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ദേ ആർ വെരി അണ്ടർസ്റ്റാൻഡിങ് കപ്പിൾ. ഞാൻ എന്റെ ഒരു ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ അവിടെ തന്നെ ഒരു ടാസ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഇന്നത്തെ കാലത്ത് എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദിലാണ് നൂറയുടെ വളരെ 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 ഡീപ്പായിട്ടുള്ള പ്രണയമാണ്. അതുകൊണ്ടാണ് അവർ ഈ ഷോയിൽ വരെ എത്തിയത്. ഷോന ജോസ്, ഹായ് ഷോന, ഹലോ. അനു ബാബു, മാൻ ഓഫ് ഇൻസ്റ്റ, ഹായ് എല്ലാവർക്കും ഹായ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ ഒരു നിലപാട് പറയുന്നു. അഖിലിന്റെ നിലപാട് വളരെ ക്ലേശകരമായി പോയി. കാരണം അഖിലിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി അഖിലിന്റെ നിലപാടുകളൊക്കെ മറന്നുകൊണ്ട് അഖിൽ ആ ചാനലിൽ പോയി കിടന്ന് വിരകി പ്രൊമോഷന് വേണ്ടിയിട്ട്. നമ്മളൊരു ചാനലിൽ കുറ്റം പറഞ്ഞിട്ട് അത് അഖില് ചുമ്മാ ഒന്നും അല്ല, വെറുതെ ചുമ്മാ അയ്യേ എന്നോട് ആ ചാനൽ അങ്ങനെ എനിക്ക് പേയ്മെന്റ് അങ്ങനൊന്നും അല്ല അഖില് പറഞ്ഞത്. അഖില് പറഞ്ഞത് എന്റെ സിനിമ ആ ചാനലിൽ നടത്തിയ ഒരു വമ്പൻ പ്രോഗ്രാമിനെ കുറിച്ച് കാസ്റ്റിംഗ് കൗച്ച് എന്ന വലിയൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് സിനിമ വന്നപ്പോ അദ്ദേഹം അവിടെ പോയി കിടന്ന് മെഴുകി. അത് വളരെ മോശമായി പോയി. അഖിൽ ഇനി എന്തൊക്കെ ന്യായീകരിച്ച് പോസ്റ്റ് ചെയ്താലും ഫൈൻ. പിന്നെ അഖിൽ അന്നാത്ത് ഇപ്പൊ എല്ലാ മീഡിയകളിലും വന്നിരുന്ന അഖില് കൊട്ടിഘോഷിക്കുന്നുണ്ട്, ഞാൻ എന്റെ എന്തോ കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ നെഗറ്റിവിറ്റി കൊണ്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഞാനിപ്പോ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ചാനലും വന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്റെ നെഗറ്റിവിറ്റി ഞാൻ സെല് ചെയ്യുന്നു, അത് ഞാൻ വൈറലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഷോസ് കയറുന്നു, അല്ലെ അദ്ദേഹത്തിന്റെ ബൈറ്റ്സ് കയറുന്നു, അദ്ദേഹം ചെയ്യുന്ന ലൈവ് കയറുന്നു, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തൊള്ള പൂട്ടിപ്പോകും, ഉള്ളത് പറയാലോ, മഹാബോറ തന്റെ സംസാരം. ലൈഫ് ഓഫ് PMs അല്ലേ? താനോട് ഞാൻ ലൈവിൽ തന്നെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ, തനിക്ക് പോകാം. ഞാൻ ആരെയും ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ഷണിച്ചില്ല. എന്നെ ഇഷ്ടമുള്ളവരെ, എന്റെ വർത്തമാനം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇവിടെ വന്നിരുന്ന് കേട്ടാൽ മതി. തന്നെ പിടിച്ച് അവിടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പൊയ്ക്കോളൂ. ഒപ്പീനിയൻ അബൌട്ട് അനിമോൾ ഗെയിം. അനിമോൾ ഈസ് ലൈക്ക് അനിമോൾ ഈസ് ലൈക്ക് ഷീസ് എ ഗെയിമർ, ഷീസ് എ പെർഫെക്റ്റ് ഗെയിമർ. അവർ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമറാണ്. അവരുടെ ഗെയിം ഒരുപക്ഷെ ആക്ടിങ് ആയിരിക്കാം. ഫസ്റ്റ് വീക്ക് തന്നെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അനിമോളുടെ ഗെയിമാണിത്, അല്ലാതെ അനിമോള് സാഡ് കാർഡ് ഇറക്കുന്നതോ അനിമോള് മറ്റേ കാർഡ് ഒന്നുമല്ല. അത് അനിമോളുടെ ഗെയിമാണ്. അത് മനസ്സിലാക്കി കളിച്ചാൽ കൂടെ നിൽക്കുന്നവർക്ക് കൊള്ളാം. അനിമോളാണ് സ്കോർ ചെയ്യുന്നത്. ഇറ്റ്സ് എ 7th പണി, അല്ലെങ്കിൽ 7ാം പണി ഗെയിമാണ് മക്കളെ. അപ്പൊ അതിന് അങ്ങനെ ചേച്ചി ബിഗ് ബോസിൽ റീകോൾ ഉണ്ടാകുമോ അറിയില്ലടോ.
അറിയാം, ഉണ്ടായാൽ തീർച്ചയായിട്ടും പോകും. ഹൗ വാസ് ടുഡേയ്സ് എപ്പിസോഡ് ഫാന്റാസ്റ്റിക്. ലാലേട്ടൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പൊളിച്ചുകൊണ്ടിരിക്കുക. ലാലേട്ടനാണ് ഇതിനകത്ത് യഥാർത്ഥ കണ്ടസ്റ്റന്റ്. അദ്ദേഹത്തിനാണ് സത്യത്തിൽ പറഞ്ഞ സീസൺ 7 കപ്പ് കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം മാത്രമേ ഉള്ളൂ ബിഗ് ബോസിനെ പറയുന്ന പോലെ കളിക്കുന്നുള്ളൂ. സീരിയസ്ലി ഇപ്പൊ സീസൺ 7 ഹോസ്റ്റ് എങ്ങനെയായിരിക്കണം, 7 പണി സീസണിന്റെ ഹോസ്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, 101%. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സംസാരം ഇഷ്ടപ്പെട്ടവർ കാണും എന്ന് എന്താണ് കാർത്തി ജോയിന്റ്. അവരുടെ സംസാരം ഇഷ്ടപ്പെടുന്നവർ കാണണമെന്ന് അവർ പറഞ്ഞിട്ടില്ല. സോ സ്ക്രോൾ ചെയ്ത് പോണം, അതാണ് മര്യാദ. ഷോന ജോസ്, താങ്ക് യു സൗമ്യ, താങ്ക് യു വെരി മച്ച്. ബബിത കൃഷ്ണകുമാർ, ഹായ് ബബിത, ഹായ്, ഹൗ ആർ യു? കൃഷ്ണ അർജുൻ ജോയിന്റ്, ഹായ്. ബിഗ് ബോസ് ഹൗസിൽ താങ്കൾ വെറുത്ത് ഇഷ്ടപ്പെട്ട ഒരേ ഒരാൾ. താങ്ക് യു വെരി മച്ച്. നിരഞ്ജന, താങ്ക് യു നിരഞ്ജന. ആൻഡ് അൻവർ ജോയിൻഡ്. ഇപ്പോൾ ഉള്ളതിൽ യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ഓഫ് കോഴ്സ് അനീഷാണ്. പൂർണ്ണ ഫേവറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അനീഷ് കുറച്ചുകൂടെ ഗെയിം മാറ്റി കളിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അനീഷിനെ ജനങ്ങളെല്ലാം കൂടെ എടുത്ത് പുറത്തെറിയും. അക്ബറിന് ബിഗ് ബോസ് സപ്പോർട്ട് അക്ബറിനെ നോ അവിടെ ബിഗ് ബോസ് അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അക്ബർ നല്ലൊരു ഗെയിമറാണ്, ഓഫ് കോഴ്സ് ഈസ് എ ഗുഡ് ഗെയിമർ. ബട്ട് അദ്ദേഹത്തിന്റെ ഭാഷ നന്നായി. ഞാൻ പോകുന്ന എപ്പിസോഡിൽ അക്ബറിന്റെ ഉമ്മ സംസാരിച്ചൊരു എപ്പിസോഡിലാണ് ഞാൻ പുറത്തു പോകുന്നത്. അപ്പോൾ അതിനകത്ത് അക്ബർ ഭയങ്കരമായിട്ട് കരഞ്ഞു. അന്ന് ഞാൻ അവന്റെ ഇടയ്ക്ക് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, അക്ബറെ നീ ഓക്കെയാണ്, നല്ല ഗെയിമറാണ്, ട്രിഗറാക്കാൻ ഞാൻ ഒരിക്കലും അക്ബറിന് കണ്ടന്റ് കൊടുക്കില്ല എന്ന് വിചാരിച്ചു. എന്നോട് മര്യാദയ്ക്ക് വന്നിരുന്നെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിൽ അക്ബറിനെ കണ്ടന്റ് കൊടുത്തേനെ. പക്ഷെ അക്ബർ അവിടെ ഭാഷ മോശമായിട്ട് ഉപയോഗിച്ചു. പാരഡി പാട്ടുകളാണെങ്കിലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാട്ടുകളാണ് അക്ബർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അക്ബറിന് കണ്ടന്റ് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നല്ല അതർവൈസ് അക്ബർ ഇസ് എ ഗുഡ് ഗെയിമർ. അദ്ദേഹത്തിന്റെ ഭാഷ അടിപൊളിയാക്കിയാൽ അദ്ദേഹത്തിന്റെ ഗെയിം അടിപൊളിയാണ്, ഒരു സംശയമില്ല. ചേച്ചി പക്ക ഗിസിലായിരുന്നു, റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്തിരുന്നു, ബട്ട് ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ആയിപ്പോയി. ആദില നൂറ ഇഷ്ടമല്ലേ? ആദില നൂറ ഇഷ്ടമാണ്, നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുന്നുണ്ട്, ബട്ട് നിങ്ങൾ അടിപൊളിയാണ്. താങ്ക് യു. അമിന, ആദിദേവ്, സൗമ്യ, സമന്വയ ജോയിന്റ്. ആദില നൂറ, നെവിന്റെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നെവിൻ ഈസ് എ പൊളി ഗെയിമർ. പക്ഷെ അവരൊക്കെ ഒരു പെർഫെക്റ്റ് ബി മെറ്റീരിയലാണെന്ന് വെച്ചാൽ എനിക്കറിയാം. നെവിന് തിരിച്ചു വന്നതിന് ശേഷം നെവിൻ ആകെ ഡള്ളായി പോയി. നെവിൻ ആദ്യമൊക്കെ ഒരു എന്റർടൈനർ ആയിരുന്നു. പക്ഷെ അക്കൂട്ടത്തിൽ അവൻ എന്നെയൊക്കെ പലവട്ടം നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടാണ്, ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യും, തക്കാളി തങ്കമ്മ, മാഗി മമ്മി എന്നൊക്കെ പറയും എന്റെ ഇടയ്ക്ക്. പക്ഷെ എന്നാലും അവനെ എനിക്ക് ഇഷ്ടമാണ്. ബിക്കോസ് അവൻ അവന്റെ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ. അവൻ ഒരാളുടെ ഗ്രൂപ്പിൽ പോകാറില്ല. അവൻ ജനങ്ങളെ എന്റർടൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവൻ ഗെയിമും കളിക്കുന്നുണ്ട്. അവൻ ഫിസിക്കൽ ടാസ്ക് ചെയ്യാറുണ്ട്. അക്ബറിന്റെ ഫ്രണ്ടാണ് ഷോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഐ ഡോണ്ട് ഫീൽ സോ. ഐ ഡോണ്ട് തിങ്ക്, അങ്ങനെ എനിക്ക് തോന്നിയില്ല. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനൊക്കെ അക്ബർ അവിടെ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. അക്ബർ ഷോ ഗെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ അക്ബറിന്റെ ഒരു സ്ട്രാറ്റജി പലപ്പോഴും ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് പാടില്ല, അത് നിർത്തേണ്ടത് ബിഗ് ബോസ് ആണ്. ചേച്ചി കം ബാക്ക് ടു ബി. അഗ്നി, ഹലോ ജുവൽ, ആഗ്രഹം ഉണ്ടോ വിളിക്കണ്ടേ? ആദിലെ നൂറയെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് ശരിയാണോ? ശരിയല്ല. വാട്ട് അബൌട്ട് ജിസൽ ഇസ് എ ഗുഡ് ഗെയിമർ, ഓഫ് കോഴ്സ് ഷീസ് എ ഗുഡ് ഗെയിമർ. പക്ഷേ അവിടെ പലരും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവരുടെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ അറ്റയർ അതൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട്. ആക്ച്വലി അത് തീരുമാനിക്കേണ്ടത് ബിഗ് ബോസ് ആണല്ലേ. അവരവിടെ എന്ത് ഗെയിമിലാണ് അവർ പങ്കെടുക്കാത്തത്? അവർ മലയാളം സംസാരിക്കാറുണ്ട് മാക്സിമം. മലയാളം അവർക്ക് തീരെ അറിയില്ല, എങ്കിലും അവർ മാക്സിമം കടിച്ചുപിടിച്ച് മലയാളം സംസാരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവര് വളരെ സൂപ്പറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ അവിടെ ഇപ്പോൾ ആര്യനും ജിസേലും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെയാണ് അവരുടെ ഒരു ജിസേൽ ഇസ് എ ഗുഡ് ഗെയിമർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പീരിയൻസ്ഡ് ഗെയിമറാണ്, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. വാട്ട് അബൌട്ട് അനിമോൾ ഈസ് ആൻ ആക്ട്രസ്, ഗെയിമിംഗ് ആക്ട്രസ്. ഡ്രീം ജോയിന്റ്, ഹായ്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ കലക്കി. അപ്പൊ അതിനെക്കുറിച്ച് പറയാനാണ് ലൈവിൽ വന്നത്. ലക്ഷ്മിയെ പൊരിച്ചു. ലക്ഷ്മിനെങ്കിൽ നന്നായാൽ കൊള്ളാം, ഇല്ലെങ്കിൽ പുറത്തു പോകും, അത്രേ ഉള്ളൂ പറയാൻ. നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി ഷോ നിങ്ങൾ ചെയ്യുന്നത് ലാലേട്ടനെ പോലെ ജീവിതത്തിൽ നല്ല മനുഷ്യരാണ്. ഷോ പോകുമ്പോൾ അങ്ങനെ ആവുന്നതാണ്. വാവ് രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഡ്രസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓഫ് കോഴ്സ്. അതെ, ഞാനത് പുറത്ത് പലയിടത്തും പറയുന്നത് കേട്ടു, അവരുടെ ഡ്രസ്സിങ് എന്താണ്. അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ്. അവര് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആദിലെ നൂറയൊക്കെ എന്ത് ഡ്രസ്സാണ് ആദ്യം ഇട്ടിരുന്നത്? അവർക്ക് ഫസ്റ്റ് കൊടുത്ത ബിഗ് ബോസിന് കൊടുത്ത ഡ്രസ്സ് ആദില എന്നോട് പലവട്ടം പറയണം, എന്റെ ചേച്ചി ഇത് എങ്ങനെ